അൽ ഖുലുഖു കൻസുൻ ലാ യഫ്ന. സ്വഭാവഗുണം നശിക്കാത്തൊരു നിധിയാണ്. അൽ ഖുൽഖ് സ്വഭാവം, സ്വഭാവഗുണം, ധാർമ്മികത. അത് കൻസുൻ ഒരു നിധിയാണ്, ലാ യഫ്ന നശിക്കാത്ത. മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അൽ ഖുലുഖു സ്വഭാവം, ഹുവ ശുഊറുൽ മർഇ അതൊരു മനുഷ്യൻ്റെ ബോധ്യമാണ്, ബി അന്നഹു മസ്ഊലുൻ തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, താൻ ഉത്തരവാദിയാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യമാണ്. അമാമ ലമീരിഹി തൻ്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ, അമ്മാ യജിബു അൻ യഫഅല താൻ ചെയ്യേണ്ടതിനെക്കുറിച്ച്, താൻ ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യവാനാകലാണ് ഒരാളുടെ സ്വഭാവം എന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൽ, അതാണ് ഒരാളുടെ സ്വഭാവം. ലിദാലിക അതിനാൽ, ലാ ഉസമ്മി അൽ കരീമ ഔദാര്യവാനെ ഞാൻ പേര് പറയുകയില്ല, കരീമൻ ഔദാര്യവാനെ ഞാൻ ഔദാര്യവാൻ എന്ന് പറയുകയില്ല. ഹത്താ തസ്തവിയ ഇൻദഹു സദഖത്തു സിരി വ സദഖത്തുൽ അലാനിയത്തി അയാൾ പരസ്യമായും രഹസ്യമായും ഒരേപോലെ സദഖ ചെയ്യുന്നത് വരെ. അതായത് ഒരു ഔദാര്യവാനെ കൊണ്ട് അയാൾ ഔദാര്യവാനാണെന്ന് പറയാൻ കഴിയില്ല. ഏതുവരെ? അയാൾ രഹസ്യമായും പരസ്യമായും സദഖ ഒരേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാതെ. പരസ്യമായി ഒരുപാട് കൊടുക്കുകയും രഹസ്യമായി ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ കരീമല്ല, ഔദാര്യവാനല്ല. അപ്പോൾ അയാളുടെ സ്വഭാവം ഔദാര്യവാൻ എന്ന സ്വഭാവ ഗുണത്തിന് അയാൾ അർഹനല്ല. കാരണം അയാളുടെ മനസാക്ഷിക്ക് മുമ്പിലാണ് അയാൾ സദഖ ചെയ്യുക എന്നുള്ള പ്രവർത്തനം അയാൾ ചെയ്യേണ്ടത്. ഇത് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ചെയ്യലാണ്. അപ്പോൾ തൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ടാവുകയും അത് ചെയ്യുകയും ചെയ്യലാണ് ഒരാളുടെ സ്വഭാവം. പിന്നെയോ, വല്ല റഹീമ ഒരു കാരുണ്യവാനെ റഹീമൻ കാരുണ്യവാൻ എന്ന് ഞാൻ വിളിക്കുകയില്ല. ഹത്താ യബ്കി ഖൽബുഹു അവൻ്റെ ഹൃദയം കരയുന്നത് വരെ, ഖബ്ല അൻ തബ്കി ഐനാഹു അവൻ്റെ കണ്ണുകൾ കരയുന്നതിന് മുമ്പ് ഹൃദയം കരയുന്നത് വരെ. കണ്ണ് കരയുന്നതിന് മുമ്പ് ആളുകൾ കാണാൻ വേണ്ടി കരയലല്ല, അവൻ ഉള്ളിൽ കരയണം, എന്നാലേ അവൻ റഹീം ആകുന്നുള്ളൂ. വലൽ ആദില അതേപോലെ ഒരു നീതിമാനെ ആദിലൻ ഞാൻ നീതിമാൻ എന്ന് വിളിക്കുകയില്ല. ഹത്താ യഹ്കുമ അൻ നഫ്സിഹി ഹുക്മഹു അൻ ഗൈരിഹി മറ്റുള്ളവർക്ക് മേൽ അയാൾ വിധിക്കുന്നത് പോലെ തന്നെ തനിക്ക് മേലും വിധിക്കുന്നത് വരെ. മറ്റുള്ളവരോട് ഒരു വിധിയും തനിക്ക് വേറൊരു വിധിയുമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അയാൾ ആദിലല്ല, നീതിമാനല്ല. വല സ്വാദിഖൻ ഒരു സത്യസന്ധനെ സത്യസന്ധൻ എന്ന് ഞാൻ വിളിക്കുകയില്ല. ഹത്താ യസ്ദുഖ ഫി അഫ്ആലിഹി അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിൽ സത്യസന്ധനാകുന്നത് വരെ. സിദ്ഖഹു ഫി അഖ്വാലിഹി തൻ്റെ വാക്കിലുള്ള അതേ സത്യസന്ധത വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടെ വേണം. എന്നാൽ മാത്രമേ ഒരാൾ സത്യസന്ധനാകുന്നുള്ളൂ. ലാ യൻഫഉൽ മർഅ മനുഷ്യന് ഉപകാരപ്പെടുകയില്ല. അൻ യകൂന സാജിറഹു അനിശ്ശർരി ഷർറിൽ നിന്നും അവൻ തടയുന്നു എന്ന കാര്യം അവന് ഉപകാരപ്രദമല്ല. എങ്ങനെ തടയുന്നത്? ഖൗഫുഹു മിൻ അനിശ്ശർരി ഖൗഫുഹു മിൻ അദാബിൻ നാരി നരകശിക്ഷയിലുള്ള ഭയത്താൽ ദുനിയാവിൽ വെച്ച് ഒരു തിന്മയെ തടഞ്ഞാൽ അത് അത്ര നല്ലതല്ല, അതുകൊണ്ട് അവന് പ്രയോജനമില്ല. ഔ ഖൗഫുഹു മിനൽ ഖാനൂനി അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള നിയമത്തെ പേടിച്ചുകൊണ്ട് ഒരു തിന്മയിൽ നിന്നും അവൻ ആരെങ്കിലും തടയുകയാണെങ്കിൽ അതും അവന് ഉപയോഗപ്രദമല്ല, അവന് പ്രയോജനകരമല്ല. വഇന്നമാ യൻഫഉഹു അവന് പ്രയോജനകരമാകുന്നത്, അതായത് അവൻ തെറ്റിൽ നിന്നും ഷർറിൽ നിന്നും തടയുന്നത് അവന് പ്രയോജനകരമാകുന്നത് എപ്പോഴാണ്? അൻ യകൂന ലമീറുഹു ഖായിദഹു അവന്റെ മനസ്സാക്ഷി അവനെ നയിക്കുമ്പോഴാണ്. അല്ലദീ യഹ്തദി ബിഹി അവനെ നയിക്കുന്ന അവന്റെ മനസ്സാക്ഷി അവനെ നയിക്കുമ്പോഴാണ്. വമനാറുഹുല്ലദീ യസ്തനീറു ബിനൂരിഹി അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന പ്രകാശം അവനെ നയിക്കുമ്പോഴാണ്, പ്രകാശം കൊണ്ട്. ഫീ ത്വരീഖി ഹയാത്തിഹി അവന്റെ ജീവിതത്തിൽ, അതായത് അവന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സാക്ഷി കുത്ത് കാരണം അവനൊരു തിന്മയെ തടയുകയാണെങ്കിൽ അതവന് പ്രയോജനപ്രദമാണ്. എന്ന് വെച്ചാൽ നരകശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടൊരാൾ ഇവിടെ നിന്നും ഒരു നല്ല കാര്യം ചെയ്യുന്നു. ഒരു ഷർറിനെ തടയുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം ചെയ്യലാണല്ലോ. അത് ശരിയായ ഒരു പ്രവർത്തനമല്ല. അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള ഏതെങ്കിലും കോടതിയോ നിയമ സംവിധാനങ്ങളെയോ പേടിച്ചുകൊണ്ടൊരു നല്ല കാര്യം ചെയ്യുന്നു, അതും ശരിയായ നല്ല കാര്യമല്ല.
ഒരാളൊരു നല്ല കാര്യം ചെയ്യുന്നത് അത് ശരിയായ രൂപത്തിൽ നല്ല കാര്യമാകുന്നത് എപ്പോഴാണ്? ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലാതെ തൻ്റെ മനസാക്ഷിയിൽ നിന്നും അത് ഞാൻ ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തോടെ ചെയ്യുമ്പോഴാണ്. ഇങ്ങോട്ടൊന്നും ലാഭേച്ഛ പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോഴാണ് ഒരു നല്ല കാര്യമാകുന്നത്. അല്ലെങ്കിൽ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമായി മാത്രം അത് മാറും. അൽ ഹുലുക്കു സ്വഭാവം ഹുവദ്ദംഅത്തു അത് കണ്ണുനീരാണ്. അല്ലത്തി തതറഖറഖു ഫി ഉയൂനിർ റഹീമി റഹീമിന്റെ ഒരു കാരുണ്യവാന്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരാണത്. എപ്പോഴൊക്കെ? കുല്ലമാ വഖഅത് ഐനുഹു അലാ മൻദരിൻ മിൻ മനാദിരിൽ ബുഅ്സി നിരാശാജനകമായ ദുഃഖമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാഴ്ച കാണുമ്പോൾ ഒരു കാരുണ്യവാന്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരാണ് സ്വഭാവം എന്നത്. അതായത് എന്തെങ്കിലും പ്രയാസകരമായ കാര്യം കാണുമ്പോൾ കണ്ണുനീരൊഴുകണം, അവിടെ മാത്രമേ നല്ല സ്വഭാവമുള്ളൂ. അൽ ഹുലുക്കു സ്വഭാവം എന്ന് പറയുന്നത് ഹുവൽ അറക്കു അത് വിയർപ്പാണ്. അല്ലത്തി യതസബ്ബബു മിൻ ജബീനിൽ ഹൈ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ നെറ്റിയിൽ നിന്നും ഉറ്റി വീഴുന്ന ഒരു വിയർപ്പാണ് എന്ത് സ്വഭാവം എന്ന് പറയുന്നത്. എപ്പോൾ ഉറ്റി വീഴുന്ന? ഹജലൻ ലജ്ജിച്ചുകൊണ്ട് ഉണ്ടാകുന്ന വിയർപ്പ്. എന്തിനാണ് ലജ്ജിക്കുന്നത്? അമാമ സായിലി ഒരു യാചകന്റെ മുമ്പിൽ, ചോദിച്ചു വരുന്നവന്റെ മുമ്പിൽ, അൽ മുഹ്താജ് ആവശ്യക്കാരനായ ഒരു ചോദിച്ചു വരുന്നവന്റെ മുമ്പിൽ. അല്ലദീ ലാ യസ്തതിഉ അങ്ങനെ ഒരാൾ ചോദിച്ചു വന്നു, അയാൾ സഹായിക്കപ്പെടാൻ അർഹനായ ഒരാളാണ് ചോദിച്ചു വരുന്നത്. പക്ഷെ ലാ യസ്തതിഉ റദ്ദഹു അവനെ മടക്കാൻ ഇവന് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ അവന് നിർബന്ധമായും എന്തെങ്കിലും നൽകണം. പക്ഷേ വലാ യസ്തതിഉ മൗനതഹു അവനെ സഹായിക്കാനും കഴിയുന്നില്ല, സഹായിക്കാനുള്ള പണം കയ്യിലില്ല, അവനെ മടക്കാനും വയ്യ, അത്രക്കും ആവശ്യക്കാരനാണ് അവൻ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുടുങ്ങിപ്പോകും അല്ലേ? അവനെ സഹായിക്കണമെന്നുണ്ട്, എന്നാലോ സഹായിക്കാൻ കയ്യിൽ പണമില്ല. ആ ഒരു അവസ്ഥയിൽ അവൻ്റെ മുമ്പിൽ നമ്മൾ നിന്നുകൊണ്ട് ഉണ്ടാകുന്ന നമുക്കൊരു ലജ്ജയുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റിയിൽ നിന്ന് വരുന്ന വിയർപ്പുണ്ട്, അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അൽ ഹുലുഖു ഹുവ സർഹത്തു ഹുലുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അട്ടഹാസമാണ്, ഒരു വലിയ ശബ്ദമുണ്ടാക്കലാണ്. അല്ലത്തി യസ്റഹുഹ ശുജാഉ ധീരനായ ഒരാൾ അട്ടഹസിക്കുന്ന ശബ്ദം. ആരുടെ മുഖത്ത്? ഫി വജ്ഹി മൻ യജ്തരിഉ അലാ ഇഹാനത്തി വതനിഹി തൻ്റെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ധൈര്യം കാണിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട്. അവിൽ അബസി അല്ലെങ്കിൽ കളിക്കാൻ, ബി കറാമത്തിൽ ഖൗമിഹി തൻ്റെ ജനതയുടെ കറാമത്ത് തൻ്റെ ജനതയുടെ അഭിമാനം തൊട്ട് കളിക്കാൻ ധൈര്യപ്പെടുന്ന ഒരാളുടെ മുഖത്ത് നോക്കി കയർക്കുന്നതാണ്, ശബ്ദമുണ്ടാക്കുന്നതാണ് സ്വഭാവം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അതിനാണ് സ്വഭാവം എന്ന് പറയുന്നത്. വജുംലത്തുൽ ഖൗലി ചുരുക്കത്തിൽ ഇന്നൽ ഖുലുക സ്വഭാവം എന്നത് ഹുവ അദാ ഉൽ വാജിബി ഒരു കടമ നിർവഹിക്കലാണ്. ലിദാത്തിഹി തന്നോട് തന്നെയുള്ള തൻ്റെ സ്വത്വത്തോടുള്ള ഒരു കടമ നിർവഹിക്കലാണ് ഇത് ഹുലുക്ക് എന്ന് പറയുന്നത്. ബി ഖതഇൻ നളരി അമ്മ യതറത്തബു അലൈഹി മിനൻ നതാഇജി പ്രതിഫലം നോക്കാതെ, ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലത്തെ നോക്കാതെ, അതിൽ നിന്ന് തങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നോക്കാതെ തൻ്റെ കടമ ചെയ്യലാണ് സ്വഭാവം, സൽസ്വഭാവം, നല്ല സ്വഭാവം, ധാർമ്മികത എന്നത്. ഫമൻ അറാദ അൻ യുഅല്ലിമൻ നാസ മകാരിമൽ അഖ്ലാഖി നല്ല സ്വഭാവം ആരെങ്കിലും ജനങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഫൽ യുഹി ലമാഇറഹും അവർ ആദ്യം തങ്ങളുടെ മനസാക്ഷിയെ പുനരുജ്ജീവിപ്പിക്കട്ടെ. വൽ യുസബ്ബിത് ഫീ നുഫൂസിഹിം അശ്ശൂറ അവരുടെ മനസ്സുകളിൽ ശക്തിപ്പെടുത്തട്ടെ. ബിർറഗബത്തി സന്തോഷമുണ്ടാക്കട്ടെ. എന്തിനുള്ള സന്തോഷം? ഫിൽ ഫളീലത്തി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം. ബിർറഗബത്തി മീൻസ് ആഗ്രഹം എന്നാണ്. ബിർറഗബത്തി ഫിൽ ഫളീലത്തി നല്ല സൽഗുണങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം തങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാക്കട്ടെ. വന്നുഫൂരി അതേപോലെ വെറുപ്പും ഉണ്ടാക്കട്ടെ. മിനർ റദീലത്തി ദുർഗുണങ്ങളോടുള്ള വെറുപ്പും സൽഗുണങ്ങളോടുള്ള സൽഗുണങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളും ആദ്യം സ്വയം മനസ്സിൽ ഉണ്ടാക്കട്ടെ. അതിനുശേഷം മറ്റുള്ളവരെ എന്ത് ചെയ്യാം? നല്ല സ്വഭാവം പഠിപ്പിക്കാം. ഇതാണ് മൻഫലൂത്തിയുടെ എഴുത്ത്. തരീഫുൽ കാത്തിബിനെ കുറിച്ച് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി കാത്തിബുൻ അദീബുൻ ഷായിറുൻ
മിസ്രിയുൻ, ഈജിപ്ഷ്യനായ കവിയും എഴുത്തുകാരനും സാഹിത്യകാരനുമാണ്. വഹുവ മിൻ അബ്റസ് ശഖ്സിയാത്തിൽ അദബിയത്തി ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഉലിദ ബി മൻഫലൂത്ത്, മൻഫലൂത്തിൽ അദ്ദേഹം ജനിച്ചു 1876. ഫി മുഹാഫലത്തി ഉസ്യൂത്ത്, മൻഫലൂത്തിലെ ഉസ്യൂത്ത് ജില്ലയിലെ മൻഫലൂത്തിൽ. വതറബ ഫി ബിഅത്തിൻ ദീനിയത്തിൻ സലീമത്തിൻ, നല്ല ദീനി ചുറ്റുപാടിൽ അദ്ദേഹം വളർന്നു. നബഗ ഫിൽ ഇൻഷാ വൽ അദബി, എഴുത്തിലും സാഹിത്യത്തിലും അദ്ദേഹം നിപുണനായി. വംഫറദ ബി ഉസ്ലൂബിൻ നഖിയ്യിൻ ഫി മഖാലാത്തിഹി, തൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം ശുദ്ധമായ ശൈലി കൊണ്ട് വ്യത്യസ്തനായി. വലഹു ഷിഅറുൻ, അദ്ദേഹത്തിന് കവിതയുണ്ട്. ജസലത്ത് ഫിഹി രഖത്തുൻ, നൈർമല്യം തുളുമ്പുന്ന കവിതകൾ അദ്ദേഹത്തിനുണ്ട്. കാമബിൽ കസീരി മിന തർജമത്തി, അതേപോലെ അദ്ദേഹം ധാരാളം ട്രാൻസ്ലേഷനുകൾ ചെയ്തു. ബി ഉസ്ലൂബിൻ അദബിയിൻ ഫസിൻ, വ്യത്യസ്തമായ സാഹിത്യ ശൈലിയിൽ. ഒരുപാട് സാഹിത്യ രചനകൾ, യൂറോപ്യൻ രചനകൾ അദ്ദേഹം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വ സിയാഗത്തിൻ അറബിയത്തിൻ ഫി ഗായത്തി റൗഅത്തി, അങ്ങേയറ്റം ആകർഷകമായ അറബിക് ശൈലിയിൽ അദ്ദേഹം ഈ വെസ്റ്റേൺ സാഹിത്യങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. കാന മഅറൂഫൻ ബി അദബിഹിൽ ജമീലി, അദ്ദേഹത്തിന്റെ മനോഹരമായ സാഹിത്യം കൊണ്ട് അദ്ദേഹം പ്രശസ്തനാണ്. വൽ ഗിനാ ബിൽ ലുഗത്തിൽ അറബിയത്തിൽ ഫുസ്ഹ, ഫുസ്ഹ അറബിയിലെ, അതായത് അറബിക്കിന്റെ അച്ചടി ഭാഷ, നമ്മൾ ഈ എഴുതുന്ന ഭാഷ, അതാണ് ലുഗത്തുൽ അറബിയത്തുൽ ഫുസ്ഹ. അതിന്റെ സമ്പന്നത കൊണ്ടും പ്രശസ്തമാണ് അദ്ദേഹത്തിന്റെ രചനകൾ. ഇസ്തഖദമ ലുഗത്തുൽ അറബിയത ബി തരീഖത്തിൻ ഫന്നിയത്തിൻ ജമാലിയത്തിൻ, വളരെ മനോഹരമായ കലാരൂപത്തിൽ അദ്ദേഹം അറബി ഭാഷയെ ഉപയോഗിച്ചു തൻ്റെ എഴുത്തുകളിൽ. കാന മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി മിൻ അവൈലി കുത്താബിൽ അറബി, മൻഫലൂത്തി ആദ്യകാല അറബി രചയിതാക്കളിൽ ഒരാളായിരുന്നു. അല്ലദീന കതബു ബിൽ ലുഗത്തിൽ അറബിയത്തിൽ ഫുസ്ഹ, ലുഗത്തുൽ അറബിയ അൽ ഫുസ്ഹയിൽ എഴുതിയ ആദ്യകാല രചയിതാക്കളിൽ ഒരാളായിരുന്നു. അതായത് ആ സമയത്തൊക്കെ അറബി ആമിയയിൽ എഴുതാറുണ്ടായിരുന്നു. ഈ ഫുസ്ഹയിൽ എഴുതിയ ആദ്യകാല സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഫിലാസുൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിൽ. അസറഫി ജീലി മിനൽ കുത്താബി വലുദബായിൽ അറബ്, ഒരുപാട് ഒരു അറബ് സാഹിത്യത്തിലെ അറബ് എഴുത്തുകാരിലെ ഒരു തലമുറയെ തന്നെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്, അദ്ദേഹത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഒരു തലമുറയിലുള്ള അറബ് സാഹിത്യകാരന്മാർ. വ അസ്റ അൽ അദബൽ അറബിയ, അദ്ദേഹം അറബി സാഹിത്യത്തിനെ സമ്പന്നമാക്കി. ബി മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകൾ കൊണ്ട്. യുഅ്തബറു കിതാബാഹു അൻ നളറാത്തു വൽ അബറാത്തു, ഈ രണ്ട് പുസ്തകങ്ങൾ പരിഗണിക്കപ്പെടുന്നു. മിൻ അബ്ലഗി കുതുബിൻ ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക സാഹിത്യത്തിലെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ പുസ്തകങ്ങളായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അൻ നളറാത്ത് വൽ അൽ അബറാത്ത് എന്നീ രണ്ട് പുസ്തകങ്ങൾ പരിഗണിക്കപ്പെടുന്നു. വമിൻ കുതുബി, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പെട്ടതാണ് അൽ മുർസാവ് വൽ അമാൽ വൽ മജാലാത്ത് വൽ ഗാദ വൈറഹ, അതേപോലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. തുവഫി അൽ മൻഫലൂത്തി, അദ്ദേഹം മരണപ്പെട്ടു 24. ഇനി ഉക്തുബ് അൽ അളുദാദ് അലിൽ കലിമാത്തിൽ ആദ്യ, ലിദ് എഴുതണം. സിറുൻ, രഹസ്യം. ലിദ് അലാനിയത്തുൻ, പരസ്യം. റഗ്ബത്തുൻ, ആഗ്രഹം. നുഫൂർ, വെറുപ്പ്, അകൽച്ച, അങ്ങനെയൊക്കെ പറയാം. ഫളീലത്ത് മീൻസ് സൽഗുണം. റദീലത്ത്, ദുർഗുണം. കരീം, ഔദാര്യവാൻ. ബഖീൽ, പിശുക്കൻ. ശുജാ, ധീരൻ. ജുബാൻ, ഭീരു. ഹയ്യുൻ, ജീവിച്ചിരിക്കുന്നവൻ. മയ്യിത്തുൻ, മയ്യിത്ത്. ഇംലയിൽ ഫറാഖ് ബി കലിമത്തിൻ മുനാസിബത്തിൻ മിനന്നസ്, പാഠഭാഗത്ത് നിന്നും വാക്കുകൾ എടുത്ത് പൂരിപ്പിക്കണം. പാഠഭാഗത്തിലുള്ള സെന്റൻസുകൾ തന്നെയാണിത്, അത് വായിച്ചു നോക്കി പൂരിപ്പിക്കുക. പിന്നെ ഇംലയിൽ ഫറാഖ് ബിൻ മിനന്നസ്, ഇതും അതേപോലെ തന്നെ പൂരിപ്പിക്കുക. അൽ കരീമ, കരീമൻ, അതിന്റെ ശേഷം ഒന്നാമത്തെ പാരഗ്രാഫിലുള്ള സെന്റൻസുകളാണ്. പിന്നെ ഇസ്താമിൽ ഫിൽ ജുമലി അൽ കലിമാത്തിലാദ്യ, താഴെയുള്ള 3 കലിമത്തുകൾ വാക്യത്തിൽ പ്രയോഗിക്കണം. നഫഅ മീൻസ് ഉപകാരപ്പെടുക, പ്രയോജനപ്പെടുക. ഒരു ഉദാഹരണത്തിന് ഹാദൽ ദവാഉ യൻഫഉ ലിസ്സുകാം, ഈ മരുന്ന് സുക്കാം, ജലദോഷത്തിന് ഉപകാരപ്രദമാണ്. അങ്ങനെ എന്തെങ്കിലും എഴുതാം. യസ്തതയോ, സാധിക്കുക. യസ്തതിഉൽ മുജിദ്ദു അൻ യൻജഹ, കഠിനാധ്വാനിക്ക് വിജയിക്കാൻ സാധിക്കും. റത്തബ,
ക്രമീകരിച്ചു. യുറത്തിബു റത്തബൽ വലതു ഉർഫത്തഹു കുട്ടി തൻ്റെ റൂം റത്തബ തെർത്തീബാക്കി, ഓർഡറിലാക്കി. അൽ ഫഹ്മു വൽ ഇസ്തിയാബു ബിമ യുഅരിഫുൽ കാത്തിബു അൽ ഖുലുക എഴുത്തുകാരൻ ഖുലുക്കിനെ എന്തുകൊണ്ടാണ്, എന്തായിട്ടാണ് വിശദീകരിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അത് ഇവിടെ ഉണ്ട് അതിൻ്റെ ഉത്തരം അല്ലേ. യുഅരിഫുൽ കാത്തിബു അൽ ഖുലുക ഹുവ അദാ ഉൽ വാജിബി ലിദാത്തിഹി ബി ഖതഇൻ നളരി അമ്മാ യതറത്തബു അലൈഹി മിനൻ നതായിജ്. ഫലം എന്താണെന്ന് നോക്കാതെ തങ്ങളുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യലാണ്. മാദാ യദ്ഫഉൽ മർഅ ലിസജ്രി അനിശ്ശരി തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും തടയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത് എന്താണ്? ലമീറുഹു അവൻ്റെ മനസ്സാക്ഷിയാണ് അവനെ പ്രേരിപ്പിക്കേണ്ടത്. മാതാ തറഖറഖു ദംഅതു ഫി ഉയൂനി റഹീം ഒരു റഹീമിൻ്റെ കരുണയുള്ളവൻ്റെ കണ്ണിൽ നിന്നും എപ്പോഴാണ് കണ്ണുനീരൊഴുകേണ്ടത്? എപ്പോഴാണ്? ഇന്ദമാ യറ അവൻ കാണുമ്പോൾ. എന്ത് കാണുമ്പോൾ? മനാലിർ അൽ ബുഉസി സങ്കടകരമായ അവസരങ്ങൾ, സങ്കടകരമായ കാഴ്ചകൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? തതറഖറഖു ദംഅതു ഫി ഉയൂനി റഹീം റഹീമിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകണം. മതാ യതസബ്ബബുൽ അറഖു മിൻ ജബീനിൽ ഹയ്യ് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ നെറ്റിയിൽ നിന്നും എപ്പോഴാണ് വിയർപ്പൊഴുകേണ്ടത്? യതസബ്ബബുൽ അറഖു മിൻ ജബീനിൽ ഹയ്യ് ഇന്ദമാ യഖ്ജലു അവൻ ലജ്ജിക്കുമ്പോൾ. എപ്പോൾ ലജ്ജിക്കുമ്പോൾ? ഇന്ദമാ ലാ യുംകിനു റദ്ദ സായിലിൽ മുഹ്താജി ആവശ്യക്കാരനായ ഒരു ചോദിക്കുന്നവനെ, ഒരു യാചകനെ മടക്കാൻ അവന് കഴിയാത്ത സന്ദർഭത്തിൽ. അതോടൊപ്പം വലാ യുംകിനു മുസാഅദതഹു അവനെ സഹായിക്കാനും കഴിയുന്നില്ല, മടക്കാനും കഴിയുന്നില്ല. ആ സമയത്ത് അവൻ ലജ്ജയുണ്ടാകുമ്പോൾ അവന് തോന്നുന്ന ആ ലജ്ജയിൽ നിന്നും ആണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ജീവനുള്ള ഒരാളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പൊഴുകേണ്ടത്. മത്താ യക്കൂനുൽ ഖുലുഖു സർഹത്തൻ ഖുലുഖ് എപ്പോഴാണ് ഒരു അട്ടഹാസമാകേണ്ടത്? അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട് അവസാനം അല്ലേ. അൽ ഖുലുഖു യകൂനു സർഹത്തൻ അല്ലത്തി യസ്റഹുഹ അശ്ശുജാഉ ഫി വജ്ഹി മൻ യജ്തരി അലാ ഇഹാനതി വത്നിഹി അവൽ അബസി ബികറാമത്തി ഖൗമിഹി തൻ്റെ ജനതയുടെ അഭിമാനത്തെ തൊട്ടും അതേപോലെ രാജ്യത്തെ തൊട്ടുമൊക്കെ ആരെങ്കിലും കളിച്ചാൽ അപ്പോൾ അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? അട്ടഹസിക്കണം. ആ അട്ടഹാസമാണ് സ്വഭാവം. അപ്പോഴാണ് അട്ടഹാസം സ്വഭാവമാകുന്നത്. മാതാ യജിബു ലിമൻ അറാദ യുഅല്ലിമ അന്നാസ മകാരിമൽ അഖ്ലാഖി ജനങ്ങളെ സൽസ്വഭാവം, നല്ല സ്വഭാവം പഠിപ്പിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യണം? അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഫമൻ അറാദ അൻ യുഅല്ലിമ അന്നാസ മകാരിമൽ അഖ്ലാഖി ഫൽയുഹി ളമാഇറഹും വൽയുസബ്ബിത് ഫീ നുഫൂസിഹിം അശ്ശുഊറ ബിർറഗ്ബതി ഫിൽ ഫളീലതി വന്നുഫൂരി മിനർ റദീസ്. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ അജിബ് അനിൽ അസ്ലത്തിൽ അതേ ഫി ഫിഖ്റ സഗീറ ഒരു ചെറിയ പാരഗ്രാഫിലായിട്ട് ഉത്തരം എഴുതണം. കൈഫ യസിഫുൽ കാത്തിബു അൽ ഖുൽഖ എഴുത്തുകാരൻ എങ്ങനെയാണ് ഇതിൽ സ്വഭാവത്തെ വർണ്ണിക്കുന്നത്, സ്വഭാവത്തെ വിശദീകരിച്ച് പറയുന്നത് എങ്ങനെയാണ്? മാതാ തസ്തഫീദു മിന ദർസി അൽ ഖുലുഖ് അൽ ഖുലുഖ് എന്ന ഈ പാഠത്തിൽ നിന്നും നിനക്ക് എന്താണ് ലഭിക്കുന്നത്? രണ്ടും ഒരേ ചോദ്യമാണ്, രണ്ടിനും കൂടെ ഒരു ഉത്തരം മതി. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. യസിഫുൽ കാത്തിബു മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി അൽ ഖുൽഖ അദ്ദേഹം ഖുലുഖിനെ വർണ്ണിക്കുന്നു. ബിഅന്നഹു ശുഊറുൽ ഇൻസാനി അത് മനുഷ്യന്റെ ബോധ്യമാണ് എന്ന്. ബിൽ മസ്ഊലിയത്തി അമാമ ളമീരിഹി തൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് അദ്ദേഹം പറയുന്നു. ഫൽ മിഅ്യാറു ഫി ഫിഅലിൽ ഖൈരി പിന്നെയോ നന്മ ചെയ്യുന്നതിൻ്റെ മിഅ്യാർ അളവുകോൽ, അതിൻ്റെ മാനദണ്ഡം ലാ യക്കൂനു ബി ഖൗഫിൽ മർഇ മനുഷ്യന്റെ പേടിയാകരുത്, മിനന്നാരി നരകത്തിൽ നിന്നുള്ള, ഔ മിനൽ ഖാനൂനി അല്ലെങ്കിൽ നിയമത്തിൽ നിന്നുള്ള, നിയമത്തെയോ നരകത്തെയോ പേടിച്ചു കൊണ്ടല്ല നന്മ ചെയ്യേണ്ടത്. ബൽ അൻ യകൂന ളമീറുഹു ഹുവൽ ഖാഇദ അല്ലദി യുർഷിദുഹു ഫി ഹയാത്തിഹി മറിച്ച് എന്താകണം? അവൻ്റെ ലമീർ അവൻ്റെ മനസാക്ഷിയാകണം ജീവിതത്തിൽ അവനെ നയിക്കേണ്ടത്. കമായറ അതേപോലെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അന്നൽ ഖുലുഖൽ ഹമീദ സ്തുത്യർഹമായ ഖുലുഖ് സ്വഭാവം എന്നത് യൽഹറു പ്രകടമാകുന്നു, വ്യക്തമാകുന്നു ഫി ദംഅത്തി റഹ്മത്തി ഒരു കാരുണ്യത്തിന്റെ കണ്ണുനീരിൽ അല്ലെങ്കിൽ റഹീമി
ഒരു കരുണയുള്ളവന്റെ കണ്ണുനീരിൽ. ഫി അറക്കിൽ ഹജലി അമാമൽ മൊഹത്താജി, ആവശ്യക്കാരന്റെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള, ആവശ്യക്കാരന്റെ മുമ്പിലുള്ള ലജ്ജയിൽ നിന്നും ഉണ്ടാകുന്ന അറക്കിൽ, വിയർപ്പിൽ. ഫി ഷജാഅത്തി ലിദ്ദിഫാഇ അനിൽ വത്നി, രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള ധൈര്യത്തിൽ. അതിലൊക്കെയാണ് സ്വഭാവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു, സൽസ്വഭാവമുള്ളത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഫൽ ഖുലുഖു ഫി നിഹായത്തി, അവസാനം അൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ ഹുവ അദാത്തുൽ വാജിബി, കടമ നിർവഹിക്കലാണ്. ബി അമാനത്തിൻ, വിശ്വസ്തയോടെ. ദൂനന്തിലാരിൻ നതായിജ്, പ്രതിഫലം കാക്ഷിക്കാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ തന്റെ കടമ നിർവഹിക്കലാണ് സ്വഭാവം എന്ന് അവസാനം അദ്ദേഹം പറയുന്നു. അടുത്ത മുസ്തഫ ലത്തുഫി അൽ മൻഫലൂത്തിയെ കുറിച്ചൊരു എസ്സേ എഴുതാം, അത് മേലെ വന്നിട്ടുണ്ട്. അതേപോലെ അമാലുൽ മൻഫലൂത്തി അൽ അദബിയ, മൻഫലൂത്തിയുടെ സാഹിത്യ സൃഷ്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക. കുറെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പാരഗ്രാഫിന്റെ അവസാനം. മഫ്ഹൂമുൽ ഖുലുഖ് ഫീ നദറിൽ മൻഫലൂത്തി, മൻഫലൂത്തിയുടെ അഭിപ്രായത്തിൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മളിപ്പോൾ ഈ പാരഗ്രാഫ് പറഞ്ഞു അല്ലേ, അത് കുറച്ചും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ പാഠം മുഴുവനായിട്ട്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് തരത്തിലുള്ള ജുംലകൾ, സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് അൽ ജുംലത്തുൽ ഫിഅലിയ വൽ ജുംലത്തുൽ ഇസ്മിയ. ഒന്നാമത്തെ കോളത്തിലുള്ളത് അൽ മക്തബു മഫ്തൂഹുൻ, ഓഫീസ് തുറന്നു കിടക്കുകയാണ്, ഓപ്പൺ ആണ്. തൂലൽ അയ്യാം, ദിവസങ്ങൾ മുഴുവൻ. അൽ ഖിറാഅത്തു ഹിവായത്തുൻ മുഫീദുൻ, വായന ഉപകാരപ്രദമായ ഒരു ഹോബിയാണ്. ഈ സെന്റൻസുകൾ രണ്ടിലും ആദ്യത്തെ വാക്ക് തുടങ്ങിയത് ഏത് വാക്കുകൊണ്ടാണ്? ഒന്ന് അൽ മക്തബു, ഒന്ന് അൽ ഖിറാഅത്തു, ഇസ്മു കൊണ്ടാണ്. ഈ രണ്ട് ഇസ്മുകളും ഇസ്മു കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ആ ഇസ്മിനാണ് മുബ്തദ എന്ന് പറയാം. ഒരു സെന്റൻസ് ഇസ്മു കൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ ആ ഇസ്മിന് മുബ്തദ എന്ന് പറയും. അങ്ങനെ മുബ്തദ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിനാണ് അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുക. അതേപോലെ അടുത്ത കോളത്തിൽ യശ്റഹു ത്വാലിബു ദർസ, വിദ്യാർത്ഥി പാഠം വിശദീകരിക്കുന്നു. ഇഫ്തതഹൽ വസീറു അന്നദ്വത, മന്ത്രി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇഫ്തതഹ, യശ്റഹു എന്നീ ഫിഅലുകൾ കൊണ്ടാണ് സെന്റൻസുകൾ തുടങ്ങിയിരിക്കുന്നത്. ഫിഅല് കൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ ആ സെന്റൻസിന് ജുംല ഫിഅലിയ എന്ന് പറയും. യശ്റഹു ഫിഅല്, ആ ഫിഅലും അതിന് ശേഷമുള്ള ഫായിലും. അത്വാലിബ് എന്നുള്ളത് ഫായിലാണ്, ഇഫ്തതഹ ഫിഅല്, അൽ വസീർ എന്നുള്ളത് ഫായിലാണ്. അപ്പോൾ ഫിഅലും ഫായിലുമുള്ള ജുംലയാണെങ്കിൽ ജുംലത്തുൻ ഫിഅലിയ. പിന്നെ മുബ്തദയും ഖബറുമുള്ള ജുംലയാണെങ്കിൽ ജുംല ഇസ്മിയ. അൽ മക്തബു മഫ്തൂഹുൻ എന്നുള്ളതിൽ അൽ മക്തബു, ഓഫീസ്, മഫ്തൂഹുൻ തുറക്കപ്പെട്ടതാണ്. ആ മഫ്തൂഹുൻ എന്ന വാക്ക് ഖബറാണ്, മുബ്തദയിനെ കുറിച്ച് അറിയിച്ചു തരുന്ന വാക്കാണ്. മക്തബിനെ കുറിച്ച് അറിയിച്ചു തന്ന വാക്കാണ് മഫ്തൂഹ്. അതേപോലെ അൽ ഖിറാഅത്തു ഹിവായത്തുൻ, വായന ഹോബിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ആ വാക്കാണ് ഖബർ. അൽ ഖിറാഅത്തു എന്നുള്ളത് മുബ്തദ. അപ്പോൾ മുബ്തദവും ഖബറും ഉള്ള ജുംലക്ക് അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. ഫിഅലും ഫായിലും ഉള്ള ജുംലയാണെങ്കിൽ അതിനെ അൽ ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയും. ആ കാര്യമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ.